നമ്മളിന്ന് ബീത്താത്താൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയാണ്, മീൻ ബിരിയാണി. ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അയക്കൂറയാണ്. ഇവിടെ 1 കിലോ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾ, മുളക്, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം അതൊന്ന് പുരട്ടി വെക്കുക. ഒരു അരമണിക്കൂറോളം പുരട്ടി വെച്ചാൽ നന്നായിരിക്കും. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാൻ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം, ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്കിട്ട് നല്ലോണം പൊരിച്ച് എടുക്കുക. 2 ഭാഗവും നന്നായി പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ മീൻ എല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം പൊരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ ഈ എണ്ണയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മസാല ഈ എണ്ണയിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ മീനും പൊരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫിഷ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ എണ്ണയിൽ തന്നെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല അതിൻ്റെ ആ മീനിൻ്റെ ആ ഫ്ലേവർ എണ്ണയിലേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതേ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതൊക്കെ ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തക്കാളിയും ഉള്ളിയും. നമ്മൾ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എത്ര നിങ്ങൾക്ക് വഴറ്റാൻ പറ്റുമോ അത്രയും വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുന്ന നേരം നമ്മൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. തീരെ വഴന്നിട്ടില്ലെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്, കാരണം ഈ പാത്രത്തിൽ അങ്ങനെ വേഗം വഴന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കരിയാമ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, എണ്ണയിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് അതിന് മേലെ കുറച്ച് കരിയാമ്പില ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. ഉള്ളി നന്നായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അതിലേക്കിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നല്ലോണം വഴന്നോട്ടെ, കാരണം അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറുന്ന വരെ നമ്മൾ അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു കഴിഞ്ഞു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ വഴറ്റുന്നേരം നമ്മൾ സിമ്മിലിട്ടിട്ട് മാത്രമേ ചെയ്യാവൂ. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയെ നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ എന്ത് കറി ചെയ്യുമ്പോൾ സിമ്മിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടിക്ക് പിടിക്കാതിരിക്കാൻ അത് ഏറ്റവും ഉപകാരമായിരിക്കും. ഓക്കെ. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്, മസാല നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കാം. നല്ലോണം പിഴിഞ്ഞ് വെക്കുക. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ചെറുനാരങ്ങേൻ്റെ കുറച്ചാദ്യം ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് നോക്കിയാൽ മതി. അധികം പുളിയായി പോകണ്ട. ഓക്കെ. ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുളിയൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളമാണ്, വളരെ കുറച്ച് വെള്ളം.
ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ ഉള്ളി കുറച്ചും കൂടി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ മീൻ ഓരോന്നായിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ബിരിയാണിയിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. മസാലപ്പൊടിയായിട്ട് ചേർക്കുന്ന വെറും ഗരം മസാല മാത്രമാണ്, വേറെ ഒരു മസാലയും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണിൻ്റെ റൈസ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഗരം മസാല ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇതിൻ്റെ മേലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന ഗരം മസാലൻ്റെ പാക്കറ്റ് കിട്ടില്ല, അതായാലും മതി. ഇതൊക്കെ സ്പെഷ്യലായിട്ട് മൂപ്പർ തന്നെ പൊടിച്ച് വെക്കുന്ന മസാലയാണ് മൂപ്പർ ബിരിയാണിയിൽ ചേർക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോഴുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി മൂപ്പരടുത്ത് ഓൾറെഡി ഉള്ള സംഭവമാണ്, കുറച്ച് അധികം പൊടിച്ച് വെക്കലുണ്ട് മൂപ്പർ. അരി നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നീരിയരി, ഇവിടെ അഗർവാളിൻ്റെ അരിയാണ് എടുക്കുന്നത്. അഗർവാളിൻ്റെ അരി നല്ല ടേസ്റ്റുള്ള ഇതാണ്, ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് വാങ്ങാൻ നോക്കുക. നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ ഗ്ലാസ്സിലാണ് അരി ആളുന്നത്, അതുകൊണ്ട് തന്നെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അങ്ങനെ. അപ്പോൾ നമ്മൾ എത്ര അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചൂടാക്കാൻ വെക്കേണ്ടത്. പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഗാർണിഷ് ചെയ്യേണ്ട ഗോൾഡൻ ബ്രൗണുള്ള ഉള്ളിയും ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഗീ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഗീ ഒഴിക്കുക, അതിനുശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കണം. അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് അധികം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഉള്ളി പൊരിഞ്ഞ പോലെ കിട്ടത്തുള്ളൂ. ആ ഗോൾഡൻ ബ്രൗണിലേക്ക് വരണമെങ്കിൽ കുറച്ച് അധികം ഓയിൽ വേണം. അപ്പോൾ കുറച്ച് അധികം ഓയിൽ യൂസ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉള്ളി ഏകദേശം ഇങ്ങനെ ഗോൾഡൻ ബ്രൗണിലേക്ക് വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓഫാക്കിയതിന് ശേഷം അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. ആദ്യം തന്നെ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ് എന്നിവ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. വറുത്തിട്ടുള്ള ബിരിയാണി നമുക്ക് വേണമെങ്കിൽ വറുക്കാതെയും ചോറ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മൾ വറുത്തിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. നന്നായി മൂടി വെക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ആവാനായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വീഡിയോ മിസ്സായിപ്പോയതാണ്, അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ ബിരിയാണിൻ്റെ
എന്താ പറയുക, ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ദമ്മിടുകയേ ആവശ്യമുള്ളൂ. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി അത് ആയിനോ ഇല്ലേ എന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ആക്കി വെച്ച മസാല ഇവിടെ ഉണ്ട്. മീനിൻ്റെ മസാല ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ദമ്മിടുക. ദം ബിരിയാണി, തലശ്ശേരിക്കാർ പ്രത്യേകം തലശ്ശേരി ദം ബിരിയാണി എന്നാണ് പറയാം. അപ്പം നമ്മൾ ദമ്മിടുക എന്ന് പറഞ്ഞാൽ മസാലയിലാണ്. മസാലയിലേക്ക് നമ്മൾ കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മസാല മാറ്റിയിട്ട് ലെയറായിട്ട് ചോറ് കുറച്ച് അത് അടിയിൽ മസാല ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ചോറ്, പിന്നെയും മസാല, ചോറ്, അങ്ങനെ വേണമെങ്കിലും ദമ്മിടാം കേട്ടോ. അത് ഒരാളെ ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ അടിയിൽ മസാല, കുറച്ച് ചോറ് മുകളിലിടുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് സാധാരണ ബിരിയാണി വെക്കൽ അടുപ്പിലാട്ടോ. അടുപ്പിൽ വെക്കുന്നവരെ കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കും. ഇപ്പം ഗ്യാസ്മേലാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കുറച്ചും കൂടി എളുപ്പം അടുപ്പിൽ വെച്ചിട്ടാണ് ശീലം. അതാണ് മൂപ്പര് സാധാരണ ചെയ്യാറ്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എന്താ പറയുക, ബിരിയാണീൻ്റെ കളറ് ഒഴിച്ചു കൊടുക്കുക. ഫുഡ് കളറില്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി വാട്ടി വെച്ച ഗോൾഡൻ ബ്രൗൺ ആക്കിയ ഉള്ളിയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റോളം നമ്മളൊന്ന് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വെക്കുന്നുണ്ട്. അതാണ് ദമ്മ്. അതിൻ്റെ ഫ്ലേവറെല്ലാം ആ ചോറിലേക്കും കൂടി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് ഏത് നാടൻ വിഭവങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അച്ചാറുകളത് നമ്മളിങ്ങനെ അണ്ടർ പ്രോസസ്സിംഗ് എന്ന് പറയാം. അച്ചാറുകളത് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാത്തരം അച്ചാറുകൾ അറിയാം. കൊഞ്ചിൻ്റെ അച്ചാർ അറിയാം, പിന്നെ ബീഫിൻ്റെ അച്ചാർ, പിന്നെ മുളകിൻ്റെ അച്ചാർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കുക. പിന്നെ മാങ്ങ, നാരങ്ങ, പിന്നെ ഇത് നമ്മളെ ചേനൻ്റെ അച്ചാർ ഭയങ്കര ഫേമസ് ആണ്. അതെല്ലാം അപ്ലോഡ് ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം മുളകിൻ്റെ അച്ചാർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ഏത് അച്ചാറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ. മൂപ്പര് ബ്രാഹ്മിൻസിൻ്റെ അടുത്ത് നിന്ന് പണ്ട് പഠിച്ചതാണ്. അടുത്ത വീട്ടിൽ ബ്രാഹ്മിൻസ് ആയിരുന്നു. മൂപ്പര് കുറച്ച് കോഴിക്കോടൊക്കെ നിന്നതിനായിരുന്നു. അപ്പോൾ അവിടെ ബ്രാഹ്മിൻസിൻ്റെ അടുത്ത് നിന്നാണ് മൂപ്പര് അച്ചാറെല്ലാം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ വേറെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.